അനവരതമൊഴുകുന്ന ഗംഗ അനന്തവിഹായസിനെ എത്തിപ്പിടിക്കുന്ന ഹിമവാന്റെ കൊടുമുടികളിലൂടെ താഴോട്ടൊഴുകുമ്പോൾ ഏവരുടെയും ജീവിതവ്യഥകളെ തഴുകിയകറ്റുന്ന ജ്ഞാനഗംഗ ആ അമ്മയുടെ മടിത്തട്ടിൽ അല്പനേരം. ആദിപരമേശ്വരൻ മുതൽ തൻ്റെ ഗുരുവരെയുള്ള സമസ്ത ഋഷീശ്വരന്മാരെയും വന്ദിക്കുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഓരോ ആചാര്യന്മാരും തനിക്കു ശേഷം വരുന്നവർക്ക് പിന്തുടരാൻ തൻ്റെ കാൽപ്പാടുകൾ അവശേഷിപ്പിക്കുന്നു. ആ വഴിത്താരകളിൽ അനുഗമിക്കാൻ കാലാകാലങ്ങളിൽ പുതിയ ആചാര്യന്മാർ ജനിക്കുന്നു. മെയ് മാസം 8-ാം തീയതിയാണ് സ്വാമി ചിന്മയാനന്ദൻ എന്ന പേരിൽ ലോകമറിഞ്ഞ ശ്രീ ബാലകൃഷ്ണ മേനോൻ ജനിച്ചത്. അമ്മ ശ്രീമതി പാറുക്കുട്ടിയമ്മ, അച്ഛൻ കൊച്ചി മഹാരാജാവിന്റെ അനന്തരവനും ജഡ്ജിയുമായ ശ്രീമാൻ കുട്ടൻ മേനോൻ, 2 സഹോദരിമാർ പത്മിനിയും കനകവും. എറണാകുളം മഹാരാജാസ് കോളേജിലും തൃശൂർ സെന്റ് തോമസ് കോളേജിലുമായി തന്റെ ഇന്റർമീഡിയറ്റ് പൂർത്തിയാക്കിയ ബാലകൃഷ്ണ മേനോൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ശാസ്ത്രത്തിലും രാഷ്ട്രതന്ത്രത്തിലും ബിരുദം നേടി. പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയ അദ്ദേഹം നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൽ പണ്ഡിറ്റ് നെഹ്റുവിനോടൊപ്പം പ്രവർത്തിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ച അദ്ദേഹം ജയിലിലടയ്ക്കപ്പെട്ടു. അവിടെ വെച്ച് ശിവാനന്ദ സ്വാമികളുടെ ചില ലേഖനങ്ങൾ വായിക്കാനിടയായി. ജയിൽ മോചിതനായപ്പോൾ തന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ വാദഗതികളാൽ പ്രകോപിതനായ അദ്ദേഹം ശിവാനന്ദ സ്വാമികളെ തേടി ഹിമവൽ സാനുക്കളിലേക്ക് യാത്ര തിരിച്ചു. തന്റെ രാഷ്ട്രത്തിന്റെ ശോച്യാവസ്ഥയ്ക്ക് കാരണക്കാർ ഈ സന്യാസി വർഗമാണെന്ന ദൃഢവിശ്വാസവും കൂട്ടിനുണ്ടായിരുന്നു. എന്നാൽ ശിവാനന്ദ സ്വാമികളുടെ ദിനചര്യയിലും ആശയഗതികളിലും സേവന സന്നദ്ധതയിലും ആകൃഷ്ടനായ അദ്ദേഹം ആ പാത പിന്തുടരാൻ തീരുമാനിച്ചു. ശിവാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോന് സന്യാസ ദീക്ഷ നൽകി. വേദാന്തം ആഴത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഉത്തരകാശിയിലെ സ്വാമി തപോവൻ മഹാരാജിനടുത്തേക്ക് പറഞ്ഞയച്ചു. അക്കാലത്തെ വേദാന്ത വിജ്ഞാനികളിൽ അഗ്രമസ്ഥാനം അലങ്കരിച്ചിരുന്ന മഹനീയ വ്യക്തിത്വമായിരുന്നു തപോവൻ മഹാരാജ്. ഹിമാലയ ശൃംഗങ്ങളിൽ ഏകാന്തവാസമനുഷ്ഠിച്ചിരുന്ന തപോവൻ മഹാരാജിന്റെ കർക്കശ ശിക്ഷണം ചിന്മയാനന്ദജിയിലെ ജ്ഞാനതൃഷ്ണയെ ഉജ്ജ്വലവും ശോഭായമാനവുമാക്കി തീർത്തു. തപോവൻ മഹാരാജിന്റെ ശിക്ഷണത്തിൽ ഉദയ സൂര്യകിരണമേറ്റ താമര പോലെ ആ വിജ്ഞാന കുതുകിയുടെ ജീവിതം കൂടുതൽ വിടർന്നു പരിലസിച്ചു. വേദാന്ത പഠനത്തിനു ശേഷം ഇനി എന്ത് എന്ന ചോദ്യം ചിന്മയാനന്ദജിയുടെ ഹൃദയത്തെ പ്രക്ഷുബ്ധമാക്കി. ചിന്മയ, ഗംഗാതീരത്ത് ചെന്നിരിക്കൂ. ഗംഗാമാത നിനക്ക് വേണ്ടുന്ന ജ്ഞാനം പകർന്നരുളും. ഗുരുമഹാരാജിന്റെ ഉപദേശമനുസരിച്ച് ചിന്മയാനന്ദജി ഗംഗാതീരത്ത് നിശബ്ദം ഇരിക്കുക പതിവായിരുന്നു. ഒരിക്കൽ ആ ആഹ്വാനം ഗുരുദേവന്റെ ചെവിയിൽ പതിച്ചു. നോക്കൂ ചിന്മയ, നീ എന്തേ എന്നിൽ നിന്നും പാഠം പഠിക്കുന്നില്ല? ഹിമാലയത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്നും ധന്യത ആവാഹിച്ച് സമാന്തരങ്ങളിലേക്ക് ഞാൻ ഒഴുകുന്നത് കാണുന്നില്ലേ? അറിവിന്റെ തീർത്ഥവും വഹിച്ച് ജനമധ്യത്തിലേക്കിറങ്ങൂ. ആ ആഹ്വാനം ശിരസാവഹിച്ച അദ്ദേഹം അതിനായി കണ്ടെത്തിയ മാർഗം ജ്ഞാനയജ്ഞങ്ങളായിരുന്നു. എരിയുന്ന അഗ്നിയിൽ ദ്രവ്യങ്ങൾ ഹോമിക്കുന്ന സാമ്പ്രദായിക യജ്ഞങ്ങളെ ചിന്മയാനന്ദജി ജ്ഞാനയജ്ഞങ്ങളാക്കിയപ്പോൾ അത് നീറുന്ന മനസ്സുകളിൽ സ്നേഹത്തിന്റെ സാന്ത്വന സ്പർശമായി. 1951 പൂനെയിലെ ഗണപതി മന്ദിരത്തിൽ തന്റെ ആദ്യ യജ്ഞം സ്വാമി ചിന്മയാനന്ദജി സംഘടിപ്പിച്ചപ്പോൾ കേൾവിക്കാർ വെറും 5 പേരായിരുന്നു. ആ സംഖ്യ ദ്രുതഗതിയിൽ വർദ്ധിച്ച് അനേകർ നിറഞ്ഞ സദസ്സുകളാവാൻ അധികകാലം വേണ്ടിവന്നില്ല. ഭാരത വിജ്ഞാന നഭസിലുദിച്ച ആ പുതിയ നക്ഷത്രത്തിന്റെ ഉജ്ജ്വല ശോഭ അജ്ഞാനാന്ധകാരത്തെ തകർത്തെറിഞ്ഞു. നവോത്ഥാനത്തിന്റെ
ആ പുതിയ കാഹളം ഭാരതത്തിൽ നിന്നും ലോകത്തിലെങ്ങും വ്യാപിക്കാൻ പിന്നെ താമസമുണ്ടായില്ല. തളരാത്ത കർമ്മയോഗിയെന്നും നവപാർത്ഥ സാരഥിയെന്നും പുകൾപെറ്റ ചിന്മയാനന്ദ സ്വാമിജിയുടെ അങ്ങേയറ്റത്തെ ദീർഘവീക്ഷണത്തിൽ സമാരംഭിച്ച ഗീതാജ്ഞാനയജ്ഞം ഇന്ന് ലോകത്തെങ്ങും കീർത്തികേട്ട ആധ്യാത്മിക ഉത്സവമാണ്. ആഗോളതലത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഇന്ന് ചിന്മയ മിഷൻ. ഭാരതത്തിനകത്തും പുറത്തുമായി 250ഓളം ആശ്രമങ്ങളും 75ഓളം വിദ്യാലയങ്ങളും ആശുപത്രികളും അനാഥാലയങ്ങളും മറ്റു നിരവധി സേവന പ്രവർത്തനങ്ങളും ഇന്ന് മിഷനിൽ നടന്നു വരുന്നു. 4 ദശകങ്ങളോളം നീണ്ടുനിന്ന തന്റെ സന്യാസ ജീവിതത്തിലെ അശ്രാന്ത പരിശ്രമത്തിലൂടെ അദ്ദേഹം ഋഷീശ്വരന്മാരുടെ ഹൃദയനഭോമണ്ഡലങ്ങളിൽ മാത്രം വിരാജിച്ചിരുന്ന വിജ്ഞാനഗംഗയെ സാധാരണക്കാരുടെ ഹൃദയ സമതലങ്ങളിലേക്ക് പ്രവഹിപ്പിച്ചു. ഗുരുദേവന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നെത്തിയ ഇന്നത്തെ ആചാര്യന്മാർ അദ്ദേഹം കൊളുത്തിവെച്ച അറിവിന്റെ വെളിച്ചം ലോകമെങ്ങും അനസ്യൂതം പ്രവഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അറിവിന്റെ ആ ഗംഗാ പ്രവാഹം ഒരിക്കലും നിലയ്ക്കുന്നില്ല. ആ പ്രവാഹത്തിനുള്ളിൽ നമുക്കേവർക്കും ശിരസ്സ്